എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് കാണിക്കാൻ നയനയും അനാമികയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് കേസ് കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, തെളിയാത്ത കേസ് തെളിയും, അതുകൊണ്ടല്ലേ ഇങ്ങനെ കേസൊക്കെ കൊടുക്കാത്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, നീ ഇങ്ങനെ കേസിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ അതൊന്നും പറയാനല്ല വന്നത്, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്താടി അച്ഛനും അമ്മയ്ക്ക് കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, കുഴപ്പമേ ഉള്ളൂ, അതുകൊണ്ടല്ലേ നിങ്ങളെ 3 മക്കളെ അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. 2 മക്കളെ ആദ്യമേ തന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയാം, അതൊക്കെ നാട്ടിലെ പാട്ടാണ്. ഇനി ഒരുത്തിയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, അതിനല്ലേ അവളിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ കൊണ്ട് കറങ്ങുകയാണ്, അവൾക്ക് ഇവിടെ കയറാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ കണ്ടായിരുന്നു ഇങ്ങനെ അവളുമായിട്ട് കറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് കേട്ടോ. അതിൻ്റെ ദേഷ്യത്തിലാണ് അനാമിക. ഇങ്ങനെ നന്ദുവും അനിയും കൂടെ ഇങ്ങനെ സംസാരിച്ച വിവരമൊക്കെ വേണു വിളിച്ച് അനാമികയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് ഇങ്ങനെ നയനയോട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയും അങ്ങനെ തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെ കറങ്ങിക്കൊണ്ടല്ലേ നടക്കുന്നത്, നിങ്ങളൊക്കെ അയാളുടെ മക്കൾ തന്നെയാണോ എന്നൊക്കെ നിങ്ങളുടെ അമ്മയടുത്ത് ചോദിച്ചാൽ മാത്രമേ അറിയാവൂ എന്നൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തേക്ക് നയനയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് നയന കരണത്ത് തന്നെ ഒരടി കൊടുക്കുന്നുണ്ട് കേട്ടോ അനാമികയ്ക്ക്. അതിനുശേഷം അനാമിക ഇങ്ങനെ തിരിച്ച് ചെല്ലാൻ പോകുമ്പോൾ അനാമികയുടെ കയ്യിലും ഇങ്ങനെ പിടിച്ചിട്ട് കൈയൊക്കെ പിടിച്ച് തിരിച്ചിട്ട് പറയുന്നുണ്ട്, നയന എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ എൻ്റെ കൂടപ്പിറപ്പിനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ പിടിച്ച് ഇങ്ങനെ തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ എന്നെ തല്ലിയല്ലേ, ഇത് ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നയനയും പറയാണ്, ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത് അനിയെ ഓർത്തിട്ട് മാത്രമാണ്, അവൻ്റെ ജീവിതം തകരരുത് എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ചെയ്ത പല കാര്യങ്ങളും ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത്, ഇനി ഈ കാര്യം ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അടുത്തായിട്ട് നയന നേരെ വരുന്നത് നവ്യയുടെ അടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ്, അവൾക്ക് അടി മാത്രം കൊടുത്താൽ പോരാ, നീ ഇനി നന്ദുവിനെ അവിടെ കൊണ്ടുപോകണം, കാര്യം നീ ഉള്ളത് കൊണ്ട് നന്ദുവിന് എപ്പോഴും വേണമെങ്കിലും അവിടെ വരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇങ്ങനെ വളരെ മോശമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അവളെ തല്ലേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, ഞാനാണോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാനും കൂടെ കൊടുത്തേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇനി നമ്മൾ നന്ദുവായിട്ട് ഇങ്ങനെ അടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുകയാണ്, നമ്മളിതൊന്നും ചെയ്യാതിരുന്നിട്ട് പോലും അച്ഛനും അമ്മയും ഇങ്ങനെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇനി ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. നന്ദുവും അനിയും തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നില്ല, അതുപോലെ തന്നെ നന്ദുവിൻ്റെ അടുത്ത് നമ്മൾ ഉപദേശിക്കുന്നുമുണ്ട്, എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു, അവളല്ലേ തെറ്റ് ചെയ്തത്, ഇങ്ങനെ പാലിലൊക്കെ വിഷം കലർത്തിയൊക്കെ കൊടുത്തത് അത് നമുക്കൊരു പിടിവള്ളി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി അവളെ വേണം അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ, അവളെ അച്ഛനും അമ്മയാണ് ഇതിനെ വഷളാക്കി വളർത്തി കളഞ്ഞത്, അവളെ അച്ഛനും അമ്മയെക്കുറിച്ചല്ലേ നമ്മൾ പറയേണ്ടുള്ളൂ, അത് നീ നയന പറയേണ്ട ഡയലോഗാണല്ലോ അനാമിക പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി അവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ എന്തായാലും അങ്ങോട്ട് ചെല്ല്, ഞാൻ അവളെ ഫോൺ വിളിച്ചോളാം, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യ. അടുത്തായിട്ട് അനാമികയാണ് കേട്ടോ കാണിക്കുക. അനാമിക റൂമിൽ ഇങ്ങനെ നയന തല്ലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അനാമികയ്ക്ക് കോൾ വരുന്നുണ്ട്, അത് നവ്യാണ് കേട്ടോ വിളിക്കുക. അപ്പോഴത്തേക്കും മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, എന്തിനാണോ അത് അടുത്ത പിശാചിനെ വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ എന്നെ വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുകയാണ്, നിനക്ക് വീണ്ടും അഹങ്കാരം തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നാളെ വീട്ടിൽ അങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട്, നന്ദുവാണ് വരുന്നത്, നീ കമാന്നൊരു അക്ഷരം അങ്ങോട്ട് പോകരുത്, അവളുടെ അടുത്ത് മാന്യമായിട്ട് പെരുമാറിക്കോണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, ഞാൻ എന്തിനാ നീ പറയുന്നതൊക്കെ അനുസരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, നീ അനുസരിച്ചാലേ പറ്റുള്ളൂ, കാരണം നീയല്ലേ അമ്മായിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പാലിൽ വിഷമൊക്കെ കലർത്തിയത് എന്നൊക്കെ, ആ സദ്യയൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ വല്യമ്മയെ കൊല്ലാനൊന്നും അല്ലല്ലോ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, അതല്ല, അത് നീ എന്നെ കൊല്ലാൻ തന്നെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അവളടുത്ത് മാന്യമായിട്ട് പെരുമാറിയാൽ നിനക്ക് എന്നെ കൊള്ളാം, ഇല്ലെന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം ഞാൻ എല്ലാവരുടെ അടുത്തും പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
അടുത്തായിട്ട് കാണിക്കുക അനാമികയുടെ വീടാണ്. അനാമിക നടന്ന കാര്യങ്ങളൊക്കെ വേണുവിനോടും രേവതിയോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വേണു പറയുന്നുണ്ട്, എന്തായാലും മോളെ തിരിച്ച് തല്ലാൻ നോക്കിയത് അബദ്ധമായെന്നേ ഞാൻ പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അവരുടെ കയ്യിൽ നല്ല തെളിവുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതിയും പറയുന്നുണ്ട്, ഇതിനു മുമ്പ് അവളെ ചേച്ചിയും മോളെ തല്ലിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പറയും, ഞാൻ ഇതെല്ലാം സഹിച്ച് നിൽക്കണമെന്ന് അമ്മ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയാണ്, നമുക്ക് തന്നെ 2 പ്രാവശ്യം തല്ല് കിട്ടിയില്ലേ, നമുക്ക് എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റാത്ത കാരണം ആ പാലിൽ നമ്മൾ വിഷം കലർത്തിയത് ഞാനും നീയും കൂടെയാണ്. ഇനിയിപ്പോൾ ഇത് അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകും എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം സഹിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വേണുവും പറയുന്നുണ്ട്, മോൾക്ക് അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ എന്നിരുന്നാലും അവിടുന്ന് വല്ലതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത് വരെ നമ്മളെല്ലാം സഹിച്ച് നിന്നാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മോളിപ്പം തന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതിയും പറയാണ്, നമ്മുടെ പ്രാരാബ്ധം കൊണ്ടല്ലേ മോളോട് അവിടെ നിൽക്കാൻ പറയുന്നത്, ഒന്നുമില്ലാതെ ഇറങ്ങി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, ഇനിയിപ്പോൾ അനാമിക പറയുന്നുണ്ട്, നാളെ ഇനിയിപ്പോൾ നന്ദു വരുമ്പോൾ ഞാൻ അവളോട് നല്ല രീതിയിൽ സംസാരിക്കണമെന്നും അതുപോലെ തന്നെ ഒരു കമാന്നൊരു അക്ഷരം മിണ്ടരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ ഇനി ഞാൻ ചെയ്യണോ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, മോൾ അതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവളുമാരെ എല്ലാ സത്യം വിളിച്ച് പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയാണ്, ആ ഒറ്റ കാരണം വെച്ച് അവളുമാരെല്ലാം കൂടെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, മോളിനി അതിൻ്റെ പേരിൽ ഇവിടെ വന്ന് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ അതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ഓടി വന്നതെന്നുമല്ല, എൻ്റെ ഇങ്ങനെ അച്ഛനും അമ്മയുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അവളെ സ്നേഹിക്കുമ്പോൾ എൻ്റെ അമ്മ പോലും എന്നെ സംശയിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രേവതി പറയാണ്, ഇനി അങ്ങനെയൊന്നും മോൾ ആലോചിക്കേണ്ട കാര്യം, ചിലപ്പോൾ വിചാരിക്കും മോളുടെ സ്വഭാവം മാറിയതാണ് എന്ന് വിചാരിക്കും, അതുകൊണ്ട് അത് അവർ ബാക്കിയുള്ളവർ മോളെ സ്നേഹിക്കാനും വകയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മോള് അങ്ങനെ തന്നെ ചെയ്യ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനാമികയും പറയാണ്, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുക. അടുത്തായിട്ട് അനന്തപുരിയാണ് കേട്ടോ കാണിക്കുക. അങ്ങനെ നയനയെ വന്നിട്ട് അനാമിക ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നയന പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അനാമികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ എന്താ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, ഏട്ടത്തി എന്നാണ് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ വിളിച്ചത്, എടി പോടി ഇവളെന്നൊക്കെയല്ലേ വിളിച്ചത്, ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, ഇല്ല നവ്യേട്ടത്തി വിളിച്ചിരുന്നു, നാളെ നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അനിയും നന്ദുവും കാണുന്ന സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിരുന്നു, എന്നിട്ടൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നീ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഒരുപാട് ആക്ഷേപിച്ച് പറഞ്ഞില്ലേ, അതിന് നീ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ നീ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനാമിക പറയാണ്, പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നയന പറയാണ്, അങ്ങനെയാണെങ്കിൽ നാളെ നന്ദു വരുമ്പോൾ നീ തന്നെ അവൾക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കണം, അവൾ ട്രെയിനിങ് ക്യാമ്പിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അവളോട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം, പക്ഷേ എൻ്റെ വീട്ടിലല്ല, ഇതിവിടെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവൾ വരുന്ന സമയത്ത് നീയും അതുപോലെ തന്നെ നിൻ്റെ അമ്മായിയമ്മയും അപ്പച്ചിയും കൂടെ ചേർന്നിട്ട് അവളുടെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും സംസാരിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും എല്ലാ സത്യങ്ങളും വിളിച്ച് പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും നിനക്ക് തന്നെ തീരുമാനിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയന അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. സമയം അനാമികയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അടുത്തായിട്ട് നന്ദുവിനെയും അനിയനും കേട്ടോ കാണിക്കുക. അനി ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഏട്ടത്തെ വിളിച്ചായിരുന്നു, നാളെ താൻ വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു താല്പര്യമില്ല പിന്നെ ഞാൻ എന്നൊക്കെ ഇങ്ങനെ നന്ദുവും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, നാളെ വന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് കൊണ്ട് തനിക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയാണ്, ഞാൻ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ വരാതിരിക്കുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ നവ്യയെ കാണുന്നുണ്ട്. അങ്ങനെ നന്ദു പെട്ടെന്ന് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ പോകുമ്പോൾ അനി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് തന്നെ വൈകിട്ടൊന്ന് കാണണം, താൻ ഉറപ്പായിട്ടും വരണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പെട്ടെന്ന് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുക.
നവ്യ എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാ വിളിച്ചെന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ, ഫ്രണ്ടിൻ്റെ പേര് അനി എന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണോ അല്ല എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല നിൻ്റെ പതർച്ച കണ്ടിട്ട് അനി തന്നെയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തിനാ എല്ലാവരും ഇങ്ങനെ വെറുപ്പിക്കുന്നത്, ഇപ്പം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദിശൻ്റെ അമ്മ ഇപ്പം നയനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആയാൽ വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ പോകും. അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ അനിയുടെ കാര്യം പറഞ്ഞ് വീട്ടിനകത്ത് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അന്ന് പാലിൽ വിഷം കലർത്തിയത് അനാമികയോ അനാമികയുടെ അമ്മയാണെന്ന് ഉള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് അവൾ ഒരു പൊടിക്കൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നാളെ മോള് പോകുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ചെല്ലുമ്പോൾ അവൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവളെ കള്ളക്കളി നമുക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അവൾ മിണ്ടാതിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവളുടെ ഭർത്താവിനെ തട്ടിയെടുക്കുന്നത് ആർക്കായിരുന്നാലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യ. നമ്മൾ കാണിച്ചൊരു വലിയ മണ്ടത്തനായിപ്പോയി. അനന്തപുരിയിലെ 3 മരുമക്കളും നമ്മളെ വീട്ടിൽ നിന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മോളെ ഒഴിവാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അനിയും അനാമിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞില്ലേ, അതിൻ്റെ ഇടയിലേക്ക് മോള് പോവാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് ഇങ്ങനെ നവ്യ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അനിയാണ് ഇപ്പോഴും ഇങ്ങോട്ട് വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പറയുകയാണ്, ആണുങ്ങൾ അങ്ങനെ തന്നെയാണ്, നീ വേണം പറഞ്ഞ് തിരുത്താൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കറിയാം അനിയോട് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് ഇഷ്ടമുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് മാത്രമല്ല തോന്നുന്നത്, അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ നയനിക്കും എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരെയും ഭയം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ചേച്ചിക്ക് അറിയാലോ, പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ആൺകുട്ടികൾ തന്നെയാണ് കൂട്ടും, പക്ഷേ അവരോടൊന്നും ഒരു അടുപ്പവും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു മാറ്റം വന്നത് അനിയെ കണ്ടപ്പോൾ മാത്രമാണ് ആ ഒരു ഇഷ്ടം ഉണ്ടായത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാനും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും അവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ മാക്സിമം ഒഴിവാവാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അനിയും അനാമയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല, അതൊക്കെ അവ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ വേരുറച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവനെ നിരാശപ്പെടുത്താനും പറ്റാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. അതുപോലെ തന്നെ അവന് അത്രയ്ക്ക് നല്ലവനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ നന്ദു. എന്നിട്ട് അങ്ങ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുക. ഇതായിട്ട് നന്ദുവിനെ അനിയനെ കേട്ടോ കാണിക്കുക. അങ്ങനെ അനി ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത് നന്ദുവിനെ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കാണുന്നതൊന്നും ശരിയല്ല, പിന്നെ നീ ഇനി ഞാൻ വരാതിരുന്നാൽ നീ എന്നെ വീട്ടിൽ വരികയും ചെയ്യും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, ഇത് പിടിക്ക്, ഇത് 2 ജോഡി ഡ്രസ്സാണ്, ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വേണം, നാളെ ഇട്ടുകൊണ്ട് വരാനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിനക്ക് വിഷമം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഇത്രയും ദിവസം ടെൻഷൻ അടിച്ചത് എനിക്കുണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. നാളെ ഞാൻ വരില്ല എന്ന് കരുതിയത്, അപ്പോഴത്തേക്കും ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് എന്തായാലും നീ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും അനാമിക അവിടെ ഉണ്ട്, നീ വരണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ എന്തായാലും വരണമെന്നാണ് പറയുന്നത്, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തിയുടെ ആ തീരുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് കേട്ടോ, നാളെ ഞാൻ അവിടെ വരുമ്പോൾ നീ എൻ്റെ അടുത്ത് മോഹം തരാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയണം, അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല, അനു അനാമികയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ വെറുതെ എൻ്റെ ഭാര്യയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റൂമിൽ കഴിയുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എന്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ കാണുന്നതിന് സംസാരിക്കുന്നതിൽ അവൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതെനിക്ക് നല്ല സംശയമുണ്ട്, അവളെ ലക്ഷ്യം ഞങ്ങളുടെ സ്വത്താണോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ നന്ദുവിനോട് പറയാണ് കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.